അവരെ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ ഈ നാട് ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ ദുർഭരണം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ നിന്നും പല വിധത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല, ചികിത്സയില്ല, ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കെന്നുള്ളത്. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മരുന്ന് കിട്ടില്ല, ഡോക്ടർ നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ 10 രൂപ അടക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പല ആശുപത്രികളിൽ നമുക്ക് ചികിത്സ ലഭിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും കൂടി ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോയാലും നമുക്ക് ചികിത്സ കിട്ടില്ല. അവിടെ എത്തുമ്പോൾ ഡോക്ടർ പറയും സർക്കാർ ഞങ്ങൾക്ക് ഒരുപാട് പൈസ തരാറുണ്ട്, അതുകൊണ്ട് ഇവിടെ ചികിത്സയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ ഇടയായി. അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ശബരിമല പ്രശ്നം, ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ എൻഡോസൾഫാൻകാർക്ക് നൽകേണ്ട ചികിത്സകൾ നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന്, എന്തിനെ വോട്ട് ചെയ്യണം? നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് ഒരു എയിംസ് ആശുപത്രി ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു പ്രപ്പോസൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരവധി തവണ നമ്മൾ സർക്കാരിനെ സമീപിച്ചു, സമരം ചെയ്തു, എല്ലാം ചെയ്തിട്ടും ഇന്ന് വരെ ഒരു പ്രപ്പോസൽ കൊടുക്കാൻ വരെ തയ്യാറാവാത്ത ഈ സർക്കാരിനെതിരെ ആവണം നമ്മുടെ ഈ പ്രാവശ്യത്തെ വോട്ട്. അപ്പോൾ ആ വോട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും നാളെ തയ്യാറായി പോകുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക, നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ജനാധിപത്യം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ എൻഡോസൾഫാൻകാർക്ക് കൊടുക്കേണ്ട 1100 രൂപ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാരായി മാറി. ആ 1100 രൂപ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ഖജനാവിൽ നിന്നും 1,10,00,000 രൂപ മുടക്കി വാഹനം വാങ്ങാൻ പോകുന്നു മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇനി ഒരു വാഹനം? 2 വാഹനം നിലവിൽ അവിടെ ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരു വാഹനം വാങ്ങി വെക്കുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാവങ്ങളുടെ വില എന്തെന്നറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ മാവേലി സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പല്ലിയും പാറ്റയും ഈച്ചയും എലിയും ഒക്കെയാണ്. കാരണം എന്താ? അവിടെ യാതൊന്നും ഇല്ല. അവിടെ എലി ഭരിക്കുന്ന, ഉറുമ്പരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മാവേലി സ്റ്റോറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവേലി സ്റ്റോറിൽ കൊമ്പ് പിടിച്ച സാധനങ്ങളല്ലാതെ നല്ല ഒരു സാധനമില്ല. അതുപോലെ വിലക്കയറ്റം. നമ്മുടെ ഈ പ്രദേശത്തെ ഒരു കടയിൽ ചെന്ന് പോയി കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ 100 രൂപയുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടിയില്ല. ഒരു പാലും എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ 100 രൂപ അടുത്തേക്ക് തന്നു. ഈ നമ്മൾക്ക് ജോലി ചെയ്യുന്നതിന് അതിനേക്കത്തെ ശമ്പളവും കിട്ടുന്നില്ല. എല്ലാ വിധത്തിലും ഈ ഒരു ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഭരണം ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. അവരുടെ കയ്യിൽ നമ്മളെ പഞ്ചായത്ത് കൂടി പെട്ടുകഴിഞ്ഞാൽ നമ്മളെ തീർന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളുടെ വിലയേറിയ വോട്ടുകൾ നല്ല ആളുകൾക്ക് നൽകി അവരെ വിജയിപ്പിക്കുക. അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കവലകളിലൊക്കെ പല ദിവസങ്ങളിലും വൈകുന്നേരം സായാഹ്നങ്ങളിൽ ഒരുപാട് ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കാറുണ്ട്. അവരവിടെ കൂടിയിരുന്ന് സംസാരിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആരാണ് ചായ കുടിക്കാൻ പോകുന്നത്? ഇന്ന് ഒരു ചായ കുടിക്കുന്നവൻ്റെ, ഒരു ചായ കൂട്ടി കച്ചവടം ചെയ്യുന്നവൻ വരെ GST, ഒരു ചായക്ക് വരെ GST കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ നമ്മളോടുള്ള ഈ സമീപനത്തിന് നമ്മൾ തിരിച്ചടി കൊടുക്കണം. അതിന് ശക്തമായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കോൺഗ്രസിനെ നൽകുക. കോൺഗ്രസിൻ്റെ സാരഥികളെ വിജയിപ്പിക്കുക എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുക.